ശബരിമലയിൽ നിന്ന് ഒഴിയാൻ പറ്റുന്നില്ല എന്ന ഒരു ദുര്യോഗം സത്യത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടോ ശ്രീ മുസ്തഫ? ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള ആശങ്കയോ പ്രശ്നമോ ഇല്ല. നമ്മുടെ പൊതുസമൂഹത്തിലെ ഏത് വിഷയവും സംവാദത്തിന് വിധേയമാക്കാൻ, ചർച്ചകൾക്ക് വിധേയമാക്കാൻ സന്നദ്ധമായ പാരമ്പര്യമുള്ളതാണ് ഇടതുപക്ഷം. അത് താങ്കൾക്കും ബോധ്യമുള്ള ഒരു കാര്യമാണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ അടച്ചിട്ട ഒരു ക്ലോസ് ഡോറും ഇല്ല ഇത്തരം കാര്യങ്ങളിൽ. പക്ഷെ താങ്കൾ ഇവിടെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മുഴുവൻ ശബരിമലയിൽ തളച്ചിടേണ്ടത് ആരുടെ ആവശ്യം? അവിടെയാണ് നിങ്ങൾ അതിനെ നോക്കേണ്ടത്. അപ്പൊ ആരാണ് ശബരിമലയെ ഇതുപോലെ ഒരു ആരാധനാ കേന്ദ്രത്തെ നിരന്തരം തർക്കവിതർക്കങ്ങളുടെയും വാദവിവാദങ്ങളുടെയും അങ്ങേയറ്റം അവിശ്വാസത്തിന്റെയും ഒരു വേദിയാക്കി മാറ്റേണ്ടത്? ശബരിമല അങ്ങനെ ഒരു മഹാമോശപ്പെട്ട ഏർപ്പാടുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരാണ്? അതിന്റെ ആവശ്യം ആർക്കാണ്? അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോ ഇവിടെ സൂചിപ്പിച്ച ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയം, അതിനകത്ത് സുതാര്യമായ അന്വേഷണം നടക്കണം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ദേവസ്വം ബെഞ്ച് അക്കാര്യം പരിശോധിക്കുന്നതാണ്. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു തരത്തിലുമുള്ള വേവലാതിയുമില്ല. ഞങ്ങൾ അതിൽ ഏറ്റവും നന്നായിട്ട് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഇത്തരമൊരു വിഷയത്തെ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുന്നത്, അത് തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിലെ വലതുപക്ഷമാണ്. പക്ഷേ ശ്രീ വി പി മുസ്തഫ, ഇപ്പൊ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിന്റെ കഥ എടുക്കൂ. അയ്യപ്പ സംഗമം നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോട് നടത്തുന്ന ഒന്നാണെന്നുള്ള വിമർശനം നേരത്തെ മുതൽ തന്നെ ഉണ്ട്. ഹൈക്കോടതിയുടെ മുമ്പിൽ പോലും വന്നിട്ടുള്ള വിഷയമാണ്. അന്നെല്ലാം ഇതെല്ലാം സ്പോൺസർഷിപ്പിൽ വന്ന സംഗതിയാണെന്നാണ് നിങ്ങൾ വിശദീകരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, കയ്യിൽ നിന്ന് കാശ് പോയിട്ടുണ്ടെന്നുള്ളതാണല്ലോ ഇപ്പൊ പുറത്തു വരുന്ന വിവരം. എന്ന് വെച്ചാൽ അതിന് മറുപടി പറയേണ്ടത് നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ലേ? തീർച്ചയായിട്ടും അത് പറയുമല്ലോ. ഇന്നിപ്പോ ഈ വാർത്തകൾ വന്നപ്പോ നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തന്നെ നിയോഗിച്ച നിലവിലുള്ള ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ കെ ജയകുമാർ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 17-ാം തീയതി ദേവസ്വം ബോർഡിന്റെ ഫുൾ ബോർഡ് യോഗം ചേരാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ വിവാദങ്ങൾ ഉൾപ്പെടെ അവിടെ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? 4 കോടി രൂപ ദേവസ്വം മന്ത്രി മാത്രമല്ല, താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ദേവസ്വം മന്ത്രി മാത്രമല്ല, ഇന്ന് നിലവിലുള്ള ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ കെ ജയകുമാർ റിട്ടയർഡ് IAS പറഞ്ഞത് 4 കോടി രൂപ സ്പോൺസർഷിപ്പായി ലഭിച്ചിട്ടുണ്ട്. 3.25 കോടി രൂപ ഇതിനകം ആ പരിപാടിയുമായി ബന്ധപ്പെട്ട ചെലവിനങ്ങളിൽ ബില്ലുകൾ സമർപ്പിച്ച മുറക്ക് പരിശോധിച്ച് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ചില ബില്ലുകൾ ലഭിച്ചതുണ്ട്, ചിലത് ലഭിക്കാനുണ്ട്. അത് പരിശോധിച്ച് അതിൻ്റെതും നൽകും. അതിനിടയിൽ ദേവസ്വം കമ്മീഷണർ ഒരു റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് അല്ല, നമ്മൾ ചില വാർത്തകളിൽ അങ്ങനെയാണ് വന്നത്, പക്ഷെ താങ്കൾ അത് ഉപയോഗിച്ചിട്ടില്ല. അത് അത്രയും സ്വാഗതാർഹം. കാരണം ഓഡിറ്റ് തയ്യാറായിട്ടില്ല. ഓഡിറ്റ് തയ്യാറാകണമെങ്കിൽ ഈ പരിപാടിയുടെ മുഴുവൻ വരവ് ചെലവ് കണക്കും തയ്യാറാകണം. എന്നിട്ടാണ് അത് ഓഡിറ്റ് സെക്ഷനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ആ പ്രവൃത്തി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് അല്ല, ദേവസ്വം കമ്മീഷണർ അദ്ദേഹത്തിന്റെ നിലക്ക് സമാഹരിച്ച വിവരങ്ങൾ വെച്ചിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ അതിനകത്തുള്ള പ്രശ്നം? ഈ മുഴുവൻ സ്പോൺസർഷിപ്പ് തുകയും ഇതിനകം പിരിഞ്ഞു കിട്ടാത്തത് കൊണ്ട്, കിട്ടില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത്, കിട്ടും, പക്ഷെ മുഴുവൻ തുകയും ഇതിനകം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ ഓൺ ഫണ്ടിൽ നിന്ന് കുറച്ചു തുക ദേവസ്വം പരിപാടിക്ക് വേണ്ടി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് തുക കിട്ടുന്ന മുറക്ക് അത് റീഇംബേഴ്സ് ചെയ്യും. അത് അവിടത്തേക്ക് തന്നെ ദേവസ്വം ബോർഡിന്റെ ഈ അഡ്വാൻസ് ചെയ്ത തുക തിരികെ കിട്ടും. പക്ഷെ ഇപ്പൊ തൽക്കാലം അങ്ങനെ 4-5 മാസമായല്ലോ, ഇതിനകം ആ സ്പോൺസർഷിപ്പ് തുക അഡ്വാൻസ് ചെയ്ത തുക തിരികെ ലഭിക്കാത്തത് കൊണ്ട് അത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടാണ് ദേവസ്വം കമ്മീഷണർ നൽകിയിട്ടുള്ളത്. അത് ഹൈക്കോടതി പരിശോധിച്ചിട്ടില്ല, റിപ്പോർട്ട് കിട്ടിയതേ ഉള്ളൂ. ദേവസ്വം ബെഞ്ച് അത് പരിശോധിച്ച് അവരുടെ റിമാർക്സ് പറയണത്രേ. ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താ? ഇപ്പോ വലിയ നിലയിൽ ഈ പരിപാടിയെ കുറിച്ച് പറയുന്നവർ, രാഷ്ട്രീയ പരിപാടിയാണെന്ന് ആക്ഷേപിച്ചവർ ഉൾപ്പെടെ കാണേണ്ടത് എന്താ? ഈ പരിപാടിക്ക് തന്നെ അനുമതി തന്നതാണ്. ദേവസ്വം ബോർഡ് ഇങ്ങനെ അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചു, അതിന്റെ 75-ാം വാർഷികം പ്രമാണിച്ചിട്ട്. ഇവിടുത്തെ കോൺഗ്രസും BJPയുടെ നേതാക്കൾ ഉൾപ്പെടെ പരാതിയുമായിട്ട് അനുജിയുമായിട്ട് ഹൈക്കോടതിയിലേക്ക് പോയില്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്, ഇതൊരു രാഷ്ട്രീയ ഗിമ്മിക്കാണ്, അതുകൊണ്ട് ഈ പരിപാടി അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ദേവസ്വം ബെഞ്ചിന്റെ മുമ്പാകെ പോയില്ലേ? അവരുടെ എല്ലാം പേര് കേട്ട വക്കീലന്മാരുടെ വലിയ വാദങ്ങൾ കേട്ടതിന് ശേഷം ദേവസ്വം ബെഞ്ച് എടുത്ത നിലപാടെന്താ? ഇവിടുത്തെ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ BJPയും അതുപോലെ UDFും ആരോപിച്ചതുപോലെ ഞങ്ങൾ ഇതിൽ രാഷ്ട്രീയം കാണുന്നില്ല, ഇതെന്തെങ്കിലും രാഷ്ട്രീയ ഗിമ്മിക്കാണെന്ന് ഞങ്ങൾക്ക് കോടതിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാം. പക്ഷെ അതിന്
ദേവസ്വം ബോർഡിന്റെ ഫണ്ടോ സർക്കാരിന്റെ ഫണ്ടോ ഉപയോഗിക്കാൻ പാടില്ല. സർക്കാരും ബോർഡും അഫിഡവിറ്റിൽ പറഞ്ഞതുപോലെ സ്പോൺസർഷിപ്പിലൂടെ തുക കണ്ടെത്തി പരിപാടി നടത്തണം. നിങ്ങൾ ഈ പരിപാടി നടത്തുന്നതിലൂടെ ലക്ഷ്യമിട്ടിട്ടുള്ള എയിമുകൾ, അതിന്റെ ഗോൾസ്, അത് ആർജിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ സ്വാഭാവികമായിട്ട് ഈ പരിപാടി നടത്താൻ അനുമതി നൽകുകയാണ് ചെയ്തത്. കോടതി ഇത് രാഷ്ട്രീയമായിട്ട് കണ്ടിട്ടില്ല. ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയ കളികളും കോടതി കണ്ടിട്ടില്ല. ശരി, അപ്പോ ശബരിമല എന്ന് പറയുന്ന വിശ്വാസ പ്രശ്നത്തെ നിരന്തരമായി രാഷ്ട്രീയ ഭൂമികയിലേക്ക് കൊണ്ടുവന്ന ഒരു തർക്കമാക്കി അതിൽ ഗുണമുണ്ടാക്കാൻ നോക്കുന്നത് ആരാണ്? ഞങ്ങളല്ല എന്ന് പറയുന്നത് CPM. ഓക്കെ, ഇതിനകത്ത് അപ്പോൾ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കോൺഗ്രസിന് മാത്രമാണെന്നുള്ള ചോദ്യം അവിടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതേലും ഇതിന് കണക്കുകൾ പുറത്തു വരുന്ന സന്ദർഭത്തിൽ കുറച്ചൊരു ക്ലാരിറ്റിയിൽ വിശദീകരിക്കാൻ CPM കഴിയുമെന്നോ?